ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിംഗർ ഫുഡ് ഫാക്ടറി. ഇന്ന് നമുക്ക് വെറും ഒരു സ്പൂൺ എണ്ണയിൽ കുറച്ച് ഉരുളക്കിഴങ്ങ് വറുത്താലോ? ഒരടിപൊളി പേരും കൊടുക്കാം, പൊട്ടറ്റോവെഡ്ജസ്. സംഭവം വേറൊന്നുമല്ല, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തിയ എയർ ഫ്രയർ ഇല്ലേ, അതുകൊണ്ടാണ് ഇന്ന് നമ്മളിപ്പോൾ വറുക്കാൻ പോകുന്നത്. എയർ ഫ്രയറിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. നമ്മുടെ നാട്ടിൽ ഈ ബാറിലൊക്കെ അച്ചാറും ബീഫ് ഫ്രൈ ഒക്കെ കിട്ടുന്ന പോലെ ലോകത്തിലെ പല സ്ഥലത്തെയും ബാറിൽ ഒരു സ്ഥിരം ടച്ചിങ്സാണ് പൊട്ടറ്റോവെഡ്ജസ്. ഉരുളക്കിഴങ്ങ് തൊലി കളയാതെ ഇത്തിരി കനം കൂട്ടി മുറിച്ചിട്ട് എണ്ണയിൽ വറുക്കുകയോ അല്ലെങ്കിൽ ഓവനിൽ ബേക്ക് ചെയ്യുകയൊക്കെ ചെയ്യും. എന്തായാലും മയണൈസും ടൊമാറ്റോ സോസും കൂടെ കൂട്ടി കഴിക്കാൻ സംഭവം അടിപൊളിയാണ്. എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കപ്പം വീഡിയോയിലേക്ക് പോകാം. വാ. പൊട്ടറ്റോ വെഡ്ജസ് ഉണ്ടാക്കാൻ ഇവിടെ ഇപ്പം 1/2 കിലോ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇതിനായിട്ടിപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി എത്തേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ അത് നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് വേണം കേട്ടോ എടുക്കാൻ. കിഴങ്ങിൻ്റെ തൊലിപ്പുറത്ത് എന്തെങ്കിലും കേടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭാഗം ചെത്തിക്കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉരുളക്കിഴങ്ങ് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന പോലെ വേണം മുറിക്കാൻ. എണ്ണയിലാണ് വറുക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ കനത്തി മുറിച്ചാലും കുഴപ്പമില്ല, പക്ഷേ ഇപ്പം എയർ ഫ്രയർ ആയതുകൊണ്ട് കനം അത്രയ്ക്ക് വേണ്ട. ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കണം. പിന്നെ 1/2 ടീസ്പൂൺ പിസ്സ സീസണിങ്സ് അല്ലെങ്കിൽ ഹെർബ്സ് ചേർക്കുക. ഇപ്പോൾ ഇതൊക്കെ ഒരുമാതിരി എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. ഈ പിസ്സ ഹെർബ്സും ഗാർലിക് പൗഡറും മുളക് ചതച്ചതെല്ലാം ഞാൻ ലുലുന്നാണ് മേടിച്ചത്. 1/4 ടീസ്പൂൺ ഗാർലിക് പൗഡറും കൂടെ ചേർക്കുക. അത് കഴിഞ്ഞിട്ട് മുളക് ചതച്ചത് 1/4 ടീസ്പൂണും കൂടെ ചേർക്കുക. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടിത് ഇളക്കി യോജിപ്പിക്കണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി എയർ ഫ്രയർ ഒരു 180 ഡിഗ്രിയിൽ ഒരു 4 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുക. ഇപ്പോൾ 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ട്രേ ഒന്ന് തുറന്നിട്ട് അതിനകത്ത് കുറച്ച് എണ്ണ തുടച്ചു കൊടുക്കണം. ഇനി സമയം നമ്മൾ വീണ്ടും 20 മിനിറ്റ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ട് ട്രേയിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഒരു 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ട്രേ തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മളിപ്പോൾ എയർ ഫ്രയറിൽ ഫ്രഞ്ച് ഫ്രൈസോ അല്ലെങ്കിൽ പൊട്ടറ്റോ ചിപ്സോ അല്ലെങ്കിൽ വെഡ്ജസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളത് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു 13 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ കുറച്ച് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ 1 മിനിറ്റ് കൂടെ ഉണ്ട്. നമുക്കൊരു 4 മിനിറ്റ് കൂടെ കൂട്ടി കൊടുക്കാം. അപ്പം മൊത്തം 24 മിനിറ്റ് നമ്മൾ 180 ഡിഗ്രി സെൽഷ്യസിൽ വെക്കണം. ഇതിപ്പോൾ കിഴങ്ങിൻ്റെ വെയിറ്റിനനുസരിച്ചിട്ട് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. ഏകദേശം 20-25 മിനിറ്റാണ് നമ്മൾ വെക്കേണ്ടത്. നമുക്ക് വറുക്കുമ്പോൾ അത് മനസ്സിലാവും. ഇനിയിപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ 200 ഡിഗ്രിയിലേക്ക് കൂട്ടിയിട്ട് ഒരു 3 മിനിറ്റ് കൂടെ ഒന്ന് മുരിയാൻ വേണ്ടി വെക്കണം. ഇതിപ്പോൾ പൊട്ടറ്റോ വെഡ്ജസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മൊത്തം 24 മിനിറ്റ് 180 ഡിഗ്രിയിലും 3 മിനിറ്റ് 200 ഡിഗ്രിയിലുമാണ് നമ്മളിപ്പോൾ കുക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പം നന്നായിട്ട് മുരിഞ്ഞ പൊട്ടറ്റോ വെഡ്ജസ് റെഡി ആയിട്ടുണ്ട്.
ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ എണ്ണയിലാണ് നമ്മൾ 1/2 കിലോ കിഴങ്ങ് വറുത്തിരിക്കുന്നത്. വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഈ റെസിപ്പി വീട്ടിലെല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്.